ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഒരുപാട് സ്നേഹം അറിയിക്കുകയാണ് കേട്ടോ. ഓരോ ദിവസം ഓരോ സബ് കൂടുമ്പോഴും വളരെ സന്തോഷമാണ് കേട്ടോ. എനിക്ക് പ്രത്യേകമായിട്ട് വീഡിയോ എങ്ങനെ എടുക്കുക, അത് വോയിസ് ഓവർ ചെയ്യേണ്ട രീതി, എഡിറ്റ് ചെയ്യേണ്ടത്, അതൊക്കെ എനിക്ക് അറിയാവുന്നത് പോലെ ചെറിയ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഉണ്ണേട്ടൻ്റെ കൂടെ ഷോപ്പിൻ്റെ ആവശ്യത്തിനായിട്ട് തൃശ്ശൂർ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാനും പാറും കൂടെ പോകുന്നുണ്ട്. വീട്ടിൽ നിന്ന് വളരെ നേരത്തെ ഇറങ്ങി രാവിലെ. ഇത് നമ്മുടെ എടപ്പള്ളിയുള്ള ലുലു മാളാണ് കേട്ടോ. ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ഏട്ടൻ്റെ ഷോപ്പിൻ്റെ ആവശ്യത്തിനായിട്ടും കൂടെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് നന്ദനയുണ്ട്. അപ്പോൾ അവളെയും കൂടി മീറ്റ് ചെയ്യാമെന്ന് കരുതിയാണ് ഞാനും പോകുന്നത്. പിന്നെ അതേ ഞങ്ങൾ രാവിലെ തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഏതാ സ്ഥലം എന്നത് ഓർമ്മയില്ല കേട്ടോ. പോകുന്ന വഴിക്ക് ബൃന്ദാവൻ എന്ന് പറഞ്ഞിട്ടൊരു വെജിറ്റേറിയൻ ഹോട്ടൽ ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. നമുക്ക് മടുപ്പ് തോന്നില്ല കേട്ടോ. നമുക്ക് കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. നല്ല ഫുഡാണ്. ഏട്ടന് ഗീ പൊടി ഇഡലിയാണ് കഴിച്ചത്. ഏട്ടനും പാറും. ഞാൻ പൂരി മസാലയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഒരു മസാല ദോശ കൂടി ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുഡെല്ലാം തന്നെ അടിപൊളിയായിരുന്നു. എൻ്റെ ഫ്രണ്ട് നന്ദന അവിടെ ഒരു ഗോൾഡിൻ്റെ ഹോൾസെയിൽ ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അവിടെ വീഡിയോസൊന്നും അലൗഡ് അല്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ അവിടുന്ന് വീഡിയോസൊന്നും എടുക്കുന്നില്ല. അപ്പോൾ ജസ്റ്റ് അവളായിട്ട് മീറ്റ് ചെയ്തിട്ടുള്ള 1-2 ഫോട്ടോ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. അവളുടെ ഞാൻ ഇന്ന് പോയിട്ട് ഞാൻ ഫോട്ടോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഫോണ് ഞാൻ വണ്ടിയിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് മറന്നു കേട്ടോ. അപ്പോൾ ജസ്റ്റ് അവളെന്നൊന്ന് മീറ്റ് ചെയ്തു. പാറു ഫസ്റ്റ് ടൈമാണ് കേട്ടോ അവളെ കാണുന്നത്. ഞങ്ങളൊരു 15-16 വർഷമായിട്ട് ഉള്ള നല്ല കട്ട ഫ്രണ്ട്സാണ്. ഡെയിലി വിളിക്കും. ഒന്നുമില്ലെങ്കിൽ ഒരു ദിവസം വിട്ടുപോയാൽ അടുത്ത ദിവസം എന്തായാലും വിളിക്കും. അത് കാരണം നമ്മൾ കാണാണ്ടിരിക്കുക എന്നുള്ളൊരു ഇതൊന്നുമില്ല കേട്ടോ. നമ്മൾ ഇത്രയും വർഷത്തിലിടയ്ക്ക് ഇത് 2ാമത്തെ തവണയാണ് കേട്ടോ മീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതേ ഞങ്ങൾ തൃശ്ശൂരെത്തി. ഞങ്ങളൊരു 11:30 ആയിട്ടുണ്ട് കേട്ടോ എത്തിയപ്പോൾ. തൃശ്ശൂരെത്തി. ഏട്ടൻ്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്തു. ഞാൻ നന്ദനയുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു കേട്ടോ. അവൾ ആദ്യമായിട്ടാണ് പാറുവിനെ കാണുന്നത്. പക്ഷേ പാറുവിനും അവളെ ഒരു പരിചയക്കുറവും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ദേ അവളുടെ ഫോട്ടോ ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് നന്ദന. ഞങ്ങൾ അവളെ തന്നെ മീറ്റ് ചെയ്തു. ഏട്ടൻ്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞു. അവിടുന്ന് ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചു കേട്ടോ. കാരണം ലച്ചുമോള് കൂടെ വന്നിട്ടുണ്ടായിരുന്നില്ല. ലച്ചുവിന് സ്കൂളിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് കാരണം അവൾക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാനും പാറും ഉണ്ണിയേട്ടനുമാണ് വന്നത്. ഇതുവരെ ലച്ചുവിനെ കൂട്ടാണ്ട് എവിടെയും പോയിട്ടില്ല കേട്ടോ. എന്തായാലും 2 പേരും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊരു വിഷമമുള്ള കാര്യം തന്നെയായിരുന്നു ലച്ചു കൂടെ ഇല്ലാണ്ടിരുന്നത്. ഇന്ന് തന്നെ പോകേണ്ടതും അത്യാവശ്യമായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇന്ന് ഈ യാത്ര ഉണ്ടായിരുന്നത്. അപ്പോൾ അതേ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഞാൻ സ്ഥലം ഓർക്കുന്നില്ല കേട്ടോ. ഇവിടെ ഒരു അറേബ്യൻ ഹോട്ടലിലാണ് കയറിയത്. ഇവിടുത്തെ അറ്റ്മോസ്ഫിയറൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഉണ്ണേട്ടനും പാറുദേ ചിക്കൻ നൂഡിൽസാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ 2 ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ലച്ചുമോൾക്കുള്ളതുകൂടെ വാങ്ങിയിട്ട് ഞങ്ങളിതേ നേരെ അവിടുന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി. അത്യാവശ്യം ദൂരമുണ്ട് കേട്ടോ നമ്മുടെ അരൂരിലേക്ക്. പിന്നെ ഈ ഒരു ഹോട്ടലിൽ നമുക്ക് ഒരുപാട് നേരം ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നില്ല കേട്ടോ. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തൊരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഫുഡ് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉണ്ണേട്ടൻ ഈ വക ഫുഡൊന്നും കഴിക്കാത്ത ആളാണ് കേട്ടോ. നോർമലി നമ്മുടെ ചോറും കറിയുമാണ് അന്വേഷിക്കുക. അതില്ല എങ്കിൽ ബിരിയാണി. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഉണ്ണേട്ടൻ ഒരു ചിക്കൻ നൂഡിൽസ് ഓർഡർ ചെയ്യണത് കാണുന്നത്. അത് അടിപൊളിയായിരുന്നു കേട്ടോ. ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ബിരിയാണിയുടെ കഴിച്ചു. ബിരിയാണിയും ഒരുപാട് കാലത്തിന് ശേഷം നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബിരിയാണി കഴിച്ചു കേട്ടോ. നമ്മൾ പാരഗൺ എന്നൊക്കെ കഴിക്കുന്നത് പോലെയുള്ള നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. പിന്നെ അതേ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അതേ ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിലേക്ക്. അപ്പോൾ ഈ ഒരു ചെറിയൊരു വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.